കർത്താവിൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മാധുര്യമുള്ള നാമത്തിൽ നിങ്ങളുടെ കൂട്ടു സഹോദരനായ എൻ്റെ സ്നേഹവന്ദനം. നിങ്ങൾക്ക് വീണ്ടും ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ അവസരങ്ങൾ നൽകുന്നല്ലോ. ഒരു പ്രസംഗം എന്ന് പറയുന്നത് ഒരു പ്രസവ വേദനയ്ക്ക് തുല്യമാണ് കേട്ടോ. അതുപോലെ ക്ഷീണമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരു ഡെലിവറി കഴിഞ്ഞുള്ള പെയിൻ പോലെ ഒരു സർമൺ കഴിയുമ്പോൾ ശരീരത്തിന്റെ വേദന. ബട്ട് നിങ്ങളിപ്പോൾ 22ാമത്തെ സെഷനിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്തോത്രം. ഓരോ സെഷനുകളും നിങ്ങൾ കേൾക്കുകയും അതിലെ തിരുവെഴുത്തുകളുടെയും മഹത്വവും മാധുര്യവും രുചിപ്പാനും ഇടയായി തീരുകയും ചെയ്യുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം തേനിലും തേൻകട്ടയേക്കാളും മധുരമുള്ളവയാണ്. അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തെ കണ്ണ് തുറക്കുകയും നാം മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുവാനും നാം വിവേചിച്ചറിയേണ്ടത് വിവേചിച്ചറിയുവാനും സൂക്ഷിച്ചൊഴിയേണ്ടത് സൂക്ഷിച്ചൊഴിയുവാനും ഒക്കെ ദൈവവചനം നമുക്ക് കൃപ നൽകും. നമ്മളെ ഏതൊരു കാര്യത്തിനും നമ്മളെ ശരിയായ നിലയിൽ ദിശാബോധം നൽകാൻ കഴിയുന്ന ബെസ്റ്റ് മാനുവലാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായിരിക്കുന്ന എല്ലാം, എങ്ങനെ നമ്മൾ മക്കളെ വളർത്തണം, എങ്ങനെ നമ്മൾ യൗവനകാലം കഴിയണം, എങ്ങനെ കുടുംബജീവിതം നയിക്കണം, നമ്മുടെ ഒഫീഷ്യൽ സ്ഥാനത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ കരിയറിൽ എങ്ങനെയായിരിക്കണം, എല്ലാത്തിനെ കുറിച്ചും കൃത്യമായ രീതിയിൽ വ്യക്തമായ രീതിയിൽ 40 എഴുത്തുകാരിലൂടെ ദൈവാത്മാവ് ഒരു സൈഡ് മുതൽ അങ്ങേ അറ്റം വരെ ആദിയിൽ തുടങ്ങി ആമേൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗം വരെയുള്ള 31,214 വാക്യങ്ങളിലും നമുക്ക് ആവശ്യമായിരിക്കുന്ന സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ദൂതുകളും ആലോചനകളും അരുളപ്പാടുകളും നമുക്ക് ആവശ്യമുള്ള ബലവും ശക്തിയും ആരോഗ്യ ആയുസ്സിനുമുള്ള ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം പകർന്നു തന്നിട്ടുണ്ട്. നാം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ ധ്യാനിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ അധ്യായം അതിന്റെ 20ാം വാക്യമാണ് നമ്മുടെ ആപ്തവാക്യമായിട്ട് ദൈവം നമ്മുടെ ഈ 40 ദിവസത്തെ വചന ധ്യാനത്തിനായി നൽകിയത്. ഞാൻ ഓരോ സെക്ഷനിലും അത് വായിക്കാറുണ്ട്. അതിന് ഞാൻ അവരോട് സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഐ റിക്വസ്റ്റ് എവ്രി വൺ, ഈ വാക്യം നിങ്ങളൊന്ന് ഉറക്കെ പറയണം. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ആരെല്ലാം അനുകൂലമായിട്ടുണ്ടെങ്കിലും ദൈവം നിങ്ങൾക്ക് ഫേവർ അല്ലെങ്കിൽ നിങ്ങൾ സീറോയാണ്. നെവർ എവർ സക്സസ്. പ്രൈസ് ഗോഡ്. ലോകം മുഴുവൻ നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിലും തമ്പുരാൻ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾ സക്സസ് ആയിരിക്കും. പ്രൈസ് ലോർഡ്. ഇന്നലകളിൽ നിങ്ങൾക്ക് ലഭിച്ച എല്ലാ വിജയത്തിനും നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. എവിടെ നമ്മൾ ഉയർത്തപ്പെട്ടാലും, എവിടെ നമ്മൾ അംഗീകരിക്കപ്പെട്ടാലും, എവിടെ നമ്മൾക്ക് ഒരു അവസരം കിട്ടി മാനിക്കപ്പെട്ടാലും എല്ലാത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും മാത്രമാണ് എന്ന് നമ്മൾ വിനയത്തോടും താഴ്മയോടും കൂടെ നമ്മുടെ ഉള്ളിൽ ബോധ്യമാകുകയും നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ധാരാളമായി ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായും തീരുവാൻ നാം പരിശ്രമിക്കുകയും പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. നാം ചിന്തിച്ചു വന്നത് 4ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം 14ാം വാക്യത്തിൽ നിന്ന് നാം 2 സന്ദേശങ്ങൾ കേൾപ്പാനിടയായി തീർന്നു. 15ാം വാക്യത്തിൽ നിന്നും നാം ഇന്ന് രാവിലെ ശ്രദ്ധിപ്പാനിടയായി തീർന്നു. ആമേൻ. ജയം നൽകുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ രാവിലെ കേൾപ്പാനായി ഇടയായി തീർന്നു. ആ 14ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് താനെ പ്രമാണിമാരോടും പ്രഭുക്കന്മാരോടും വിശേഷാൽ 3ാം അധ്യായം അതിന്റെ 5ാം വാക്യത്തിന്റെ ഒടുവിൽ കാണുന്ന കർത്താവിന്റെ ശ്രേഷ്ഠന്മാരായ ആളുകളോടും താൻ ദൈവത്തിന്റെ സന്ദേശം കൈമാറി. അദ്ദേഹം ആക്ച്വലി ഒരു മിനിസ്ട്രിയിൽ ഒന്നും നേരത്തെ ഇൻവോൾവ് ആയിരുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലിയിൽ മാത്രമായിരുന്ന ആളാണ്. പക്ഷേ തൻ്റെ ജനത്തിന്റെ തകർച്ചയും വീഴ്ചയും പരാജയങ്ങളും ഒക്കെ കണ്ടപ്പോൾ ആ ടെസ്റ്റ് മണിയാണ് തനിക്ക് ആത്മഭാരം നൽകിയത്. നല്ല നല്ല സാക്ഷ്യങ്ങൾ നമ്മൾക്ക് എത്രയോ ആളുകൾക്ക് ആത്മപ്രചോദനം നൽകാറുണ്ട് അല്ലേ? എത്രയോ ആളുകൾക്ക് ആത്മഭാരത്തിലേക്ക് നയിക്കാറുണ്ട്. പ്രൈസ് ഗോഡ്. വില്യം ഗേറി ഇന്ത്യയിലേക്ക് വരുവാൻ ഇടയായിത്തീരുന്നതിന്റെ കാരണത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, വൃദ്ധനായ ഒരു മനുഷ്യൻ ഒരിക്കൽ ഒരു മിഷണറി ചാപ്പലിൽ ഒരു മിഷൻ ചലഞ്ചായിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഭാരതത്തിൽ ഒരു വെള്ളിക്കനി ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അതിന് സമുദ്രങ്ങളുടെ ആഴങ്ങളോളം താഴ്ചയുണ്ട്. അത് ഞാൻ വൃദ്ധനായിരിക്കുന്നു, അത് പോയി എടുക്കാൻ എനിക്ക് കഴിയുകയില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും അതിന് നിയോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി അതെടുക്കാം.
ഷൂ റിപ്പയർ ചെയ്യുന്ന മനുഷ്യനായിരുന്ന വില്യം ഗേറി സാമാന്യ പഠനം മാത്രമുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ ചെരുപ്പുകുത്തിയായി സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്നെ തനിക്ക് വിവിധ ഭാഷകൾ പഠിക്കുവാനുള്ള വിശേഷ ദാഹം കൊണ്ട് താൻ ഹീബ്രു, എബ്രായ ഭാഷയൊക്കെ നേരത്തെ പഠിച്ചു തുടങ്ങിയിരുന്നു എന്നാണ്. അദ്ദേഹം ആ മിഷണറി സദസ്സിന്റെ നടുവിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ വെള്ളിക്കനി സമുദ്രങ്ങളിലെ ആഴങ്ങളോളം പോയി അതെ എടുത്തുകൊണ്ടുവരാം, പക്ഷേ നിങ്ങൾ മുകളിൽ നിന്ന് കയറുകൊണ്ട് എന്നെ പിടിച്ചുകൊള്ളണമെന്ന്. തന്റെ സമർപ്പണം അദ്ദേഹം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ പരിഹസിച്ചു, ഈ ചെരുപ്പ് കുത്തി എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്, ഇവൻ എന്നാ കഴിവുണ്ട്. സഹോദരങ്ങളെ, നാം പലരെ കുറിച്ചും പല കണക്കൂട്ടലിൽ താഴ്ത്തിക്കെട്ടി വെക്കാറുണ്ട് അല്ലേ? പക്ഷേ പിന്നത്തേത് കാലപ്പഴക്കത്തിൽ നാം ശ്രദ്ധിച്ചിട്ടില്ലേ, അവർ നമ്മളെക്കാൾ മുൻപന്മാരായി കുറെ കൂടെ ഉയരങ്ങളിലെത്തിയിട്ടുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നുള്ള ദൈവവചനമാണ്. നമ്മുടെ ഉള്ളിൽ കത്തിയ ദൈവത്തിന്റെ ദീപം, അത് സ്വർഗം പരിശുദ്ധാത്മാവിന്റെ എണ്ണ പകർന്നുകൊണ്ടിരുന്നാൽ ഈ ലോകത്തിൽ വിമർശിക്കുന്നവർക്കോ തെറ്റിദ്ധരിക്കുന്നവർക്കോ താഴ്ത്തിക്കെട്ടുന്നവർക്കോ അവഗണിക്കുന്നവർക്കോ ഒറ്റപ്പെടുത്തുന്നവർക്കോ ഒന്നും ദൈവം നിങ്ങളിൽ പകർന്ന എണ്ണയിൽ നിങ്ങളിൽ കത്തിച്ച ദീപം അണയ്ക്കാനായി കഴിയില്ല. നോക്കുക, ഈ പ്രൊഫഷണൽ ആയിരുന്ന ആ നെഹമ്യാവ് തൻ്റെ ഉള്ളിൽ കിട്ടിയ നിയോഗത്താൽ പ്രാർത്ഥന ആരംഭിച്ചു. നീണ്ട 4 മാസം. ആ 4 മാസത്തെ പ്രാർത്ഥനയിൽ തനിക്ക് കിട്ടിയ കാഴ്ചപ്പാടും തനിക്ക് കിട്ടിയ ബോധ്യങ്ങളും തനിക്ക് കിട്ടിയ നിയോഗങ്ങളും തനിക്ക് കിട്ടിയ ഉയരത്തിലെ ആ സമ്മർദ്ദവും ഉള്ളിൽ നിന്നുള്ള ഹേമവും എല്ലാം കൂടെ താൻ എഴുതി കൃത്യമായി വെച്ച് പ്ലാൻ തയ്യാറാക്കി രാജസന്നിധിയിൽ വിവരം പറയാൻ അവസരം കിട്ടിയപ്പോൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടാണ് തൻ്റെ കാര്യങ്ങൾ പറയുന്നത്. താൻ അവിടുന്ന് ഒഫീഷ്യലായി കിട്ടേണ്ട എല്ലാ റെക്കമെൻഡേഷൻ ലെറ്റർ, ഗവർണർമാർക്ക്, ദേശാധിപതികൾക്കുള്ള കത്തുകൾ മേടിച്ച്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് തടിവെട്ടി സൗജന്യമായി കിട്ടാനുള്ള കത്തും മേടിച്ച് താൻ യെരൂശലേമിലേക്ക് വരുന്നതായി തന്നെ യാത്ര അയക്കുന്നത് ഒറ്റയ്ക്കല്ല. ഏകദേശം 900 മൈൽ യാത്ര ചെയ്യണം. കുതിരച്ചേവകരെയും പടനായകന്മാരെയും തനിക്ക് ഏറ്റവും പ്രിയനായ ഈ നെഹമ്യാവിന്റെ സംരക്ഷണത്തിന് വേണ്ടി അയച്ചു എന്നാണ് നാം ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ കിട്ടിയ കാഴ്ചപ്പാട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓരോ സന്ദർഭങ്ങളിലും പ്രാർത്ഥനയോടുകൂടി തന്നെയായിരുന്നു തനിക്ക് കിട്ടിയ കാഴ്ചപ്പാടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ ഇരുന്ന് പല കാര്യങ്ങളും നേടിയെടുക്കാറുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ലഭിച്ച് നാം അതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, അല്ലേ ആ ഒരു നന്മയിലേക്ക്, അല്ലെ ആ ഒരു സാധ്യതയിലേക്ക്, അല്ലെ ആ ഒരു ബ്ലെസ്സിങ്ങിലേക്ക്, ആ ഒരു ചാൻസിലേക്ക്, ആ പ്രൊഫഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഓപ്പൺ ആകാൻ പ്രാർത്ഥിച്ച ആ കാലങ്ങളിലുള്ള സമർപ്പണത്തോടു കൂടിയുള്ള പ്രാർത്ഥനാ ജീവിതം പിന്നീട് തുടരാതെ പോകാറുണ്ട്. ഇത് ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടകരമായ കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് ഏതാണ്ട് 9 സ്ഥലങ്ങളോളം ഈ നെഹമ്യാവ് പ്രാർത്ഥിച്ചതായി കാണുന്നുണ്ട്. നിങ്ങളൊന്ന് കുറിച്ചെടുക്കണം, ദൈവവചനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ. ആ പ്രാർത്ഥനയെ 4 തലങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്നാമത്തേത് താൻ പാപം ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. 1-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 1-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ വാക്യങ്ങൾ വായിക്കേണ്ട, നമുക്ക് സമയം കുറവാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് ദൈവസന്നിധിയിലുണ്ട്. അപ്പോൾ താനെ പ്രാർത്ഥനയിൽ ആദ്യം ചെയ്തത് ഏറ്റുപറച്ചിലായിരുന്നു, കുറ്റസമ്മതമായിരുന്നു. മടങ്ങി വരവിനും മനസ്സ് വെച്ച് കരയാൻ തുടങ്ങി. മറ്റുള്ളവരെ പരഞ്ചാരി അവർ ചെയ്തതാണ് ഇതെല്ലാം കാരണമെന്നല്ല പറഞ്ഞത്. തൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പോലും, ഇല്ലെന്ന് വന്നാലും താനും തൻ്റെ ഗ്രഹവും കൂടെയാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് കണ്ടെത്തി കരയാനിടയായി. എൻ്റെ സഹോദരങ്ങളെ, അതേ തലം പിന്നത്തേതിൽ നെഹമ്യാവിനോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായ ഒരു കാര്യം നമ്മൾ പിന്നീട് കാണുന്നു. 13-ാം അധ്യായം 9-ാമത്തെ അധ്യായം 5 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ഏറ്റുപറച്ചിലിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം. 9-ാം അധ്യായം 5 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പൊ ആമേ തൻ്റെ അനുതാപത്താലുള്ള പ്രാർത്ഥന, ഏറ്റുപറച്ചിലുള്ള പ്രാർത്ഥന. നാം ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞാൽ നിങ്ങൾ കുറിച്ചു വെച്ചുകൊള്ളുക. പ്രത്യാശയോടെ ഞാൻ ഉറക്കെ പറയാം, നിങ്ങൾ കരയുന്ന വ്യക്തി, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ കരയുന്നത്, ഏത് വ്യക്തിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ഏത് കുടുംബത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്,
ഒരു കാലഘട്ടം കഴിയുമ്പോൾ മേ ബി നെക്സ്റ്റ് ഡേ ഓർ നെക്സ്റ്റ് വീക്ക് ഓർ ദ നെക്സ്റ്റ് മന്ത് ഓർ ദ നെക്സ്റ്റ് ഇയർ നൈദർ എ ഡേ, ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളോട് ഒരുമിച്ച് കരയാൻ നിങ്ങൾ മുട്ടുമടക്കിയ പായയിൽ എന്റെ ദൈവം കൊണ്ടിരുത്തും. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അതാണ് ഇവിടെ സംഭവിച്ചത്. നെഹമ്യാവ് കൊട്ടാരത്തിൽ തന്റെ കിട്ടിയ തന്റെ ക്വാർട്ടേഴ്സിൽ ഇരുന്ന് താൻ കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഇത് പിന്നാലെ വരുമ്പോൾ 9-ാം അധ്യായം 5 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം മുഴുവൻ തങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഏറ്റവും നീണ്ട ഒരു പ്രാർത്ഥന നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. ഇപ്പോൾ പായെ വന്നിരിക്കാത്ത ജീവിത പങ്കാളിയായിരിക്കാം, ആമേൻ, ആമേൻ, സഹധർമ്മിണിയായിരിക്കാം, പ്രിയപ്പെട്ടവനായിരിക്കാം. ഇപ്പോൾ നീ ആഗ്രഹിക്കുന്ന അളവിൽ നിന്റെ കുഞ്ഞുങ്ങളും ദൈവസനെ വന്നിട്ടില്ലായിരിക്കാം. ഭാരപ്പെടണ്ട, നിന്നെയാണ് ദൈവം ഉണർത്തിയത്. സോ യു ഷുഡ് പ്രേ, പ്രൈസ് ഗോഡ്. ഇപ്പോൾ നിന്നെയാണ് ആത്മാവ് ഹേമിച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിന്നെയാണ് തട്ടി ഉണർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ, ദൈവം ഉണർത്തിയവർക്ക് മാത്രമേ ഉണർന്ന് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും കഴിയൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ഏറ്റുപറച്ചിലിന്റെ പ്രാർത്ഥന നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നാം 2 സ്ഥലങ്ങളിൽ കാണുന്നു. ഒന്ന്, നെഹമ്യാവ് ഏറ്റുപറയുന്നു. ആമേൻ. ഏറ്റുപറഞ്ഞ നെഹമ്യാവിനോടൊപ്പം പിന്നത്തേതിൽ ജനം ഒരുമിച്ച് ഏറ്റുപറഞ്ഞ് കരയുന്നു. നോക്കുക, ഞാനും നിങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നാം ദൈവസനെ ഹൃദയം പകർന്ന് കരഞ്ഞാൽ, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ചു കൊടുത്ത് ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ പൂർണ്ണമായി സറണ്ടർ ചെയ്ത് ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ റിസൾട്ട് വരും ദിവസങ്ങൾ നിശ്ചയമായി കാണും. 2-ാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്, താൻ ഫേസ് ചെയ്ത പ്രശ്നങ്ങളിൽ താൻ ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നില്ല. ആക്രമണം വന്നാൽ നേരിടാനുള്ള ആയുധങ്ങൾ താൻ ധരിച്ചിരുന്നു, തന്റെ കൂട്ടുവേലക്കാർ ധരിച്ചിരുന്നു. ആമേ, കുളിക്കുമ്പോൾ പോലും ആയുധം ധരിച്ചുകൊണ്ടാണ് അവർ കുളിച്ചതെന്ന് വായിക്കുന്നു. അവർ എത്രമാത്രം പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇതാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോഴും ഇത് തന്നെയാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവേൻ. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒടുവിൽ ഫൈനലി ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ്, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ദ പവർ ഓഫ് ഹിസ്. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്താണ്? ദുർദിവസം എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല. ആ സമയത്ത് നിങ്ങൾക്ക് എതിർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആത്മാവിന്റെ സർവായുധ വർഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ സമയം പോലെ അത് വായിക്കണം കേട്ടോ. എഫെസ്യർ 6:10 മുതൽ വായിക്കുന്നത് അങ്ങനെയാണ്. ഫൈനലി പറഞ്ഞു നിർത്തുന്നത് എന്താണ്? ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. പ്രാർത്ഥന ബുദ്ധി കൊണ്ടാകരുത്, ബുദ്ധി കൊണ്ടാകരുത്. ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. എന്താണ് ചിന്തിക്കാൻ കഴിയുന്നത്? നമുക്കറിയാം, പുതിയതായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടിപ്പോയാൽ 350 ഗ്രാം മുതൽ 400 ഗ്രാം വരെ മാത്രമാണ് ബ്രെയിൻ ഉള്ളത്. അത് പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ 1400 ഗ്രാം സഹോദരിമാർക്ക് 1200 മുതൽ 1400 ഗ്രാം വരെ വന്നേക്കാം. അല്ലെങ്കിൽ 1500 ഗ്രാം വരെ സഹോദരന്മാർക്ക് വരാൻ കഴിയും. നമ്മുടെ ബുദ്ധിയിൽ പലതും നടക്കുന്നുണ്ട്. ബുദ്ധിയുടെ ഓരോ കോർണറിൽ ഓരോന്ന് നടക്കുന്നുണ്ട്. സെൻസേഷൻ നടക്കുന്നുണ്ട്, അനലൈസിസ് നടക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, മൂവ്മെന്റുകൾ നടക്കുന്നുണ്ട്, റെഗുലേഷൻ നടക്കുന്നുണ്ട്, തിങ്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇരിക്കണോ നിൽക്കണോ, ഇതെല്ലാം നമ്മുടെ മൂവ്മെന്റുകൾ അറിയുന്നത് നമ്മുടെ ബോഡി സിസ്റ്റമാണ്. രുചിക്കാൻ, സ്മെല് ചെയ്യാൻ, ഹിയർ ചെയ്യാൻ, ടച്ച് ചെയ്യാൻ, ഇതെല്ലാം ബോഡി സിസ്റ്റം മനസ്സിലാക്കുന്ന സെൻസേഷനിലൂടെയാണ്. ഇതുണ്ടാക്കിയ ദൈവത്തെ കുറിച്ചാണ് ആമേൻ നെഹമ്യാവ് പറയുന്നത്. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. സ്തോത്രം. മനുഷ്യന്റെ തലച്ചോറ് അത്ര മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. ലോകത്തിൽ ഏറ്റവും വലിയ തലച്ചോറ് 1899 നെതർലൻഡിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരന് അപസ്മാര രോഗമായിരുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന തലങ്ങളല്ല ആവശ്യം. ആമേ, പലതിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ബുദ്ധിക്ക് കഴിയും. പക്ഷേ ആത്മമണ്ഡലത്തിലുള്ള പ്രാർത്ഥന വേറെയാണ്. പൗലോസ് പറയുന്നു, ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ബുദ്ധി അഫലമാകുന്നു. ഹല്ലേലൂയ. ആമേ, ആത്മാവിൽ സെൻസ് ചെയ്യുവാൻ, ആത്മാവിൽ അനലൈസ് ചെയ്യുവാൻ, ആത്മാവിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, ആത്മാവിൽ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ, ആത്മാവിൽ കാര്യങ്ങൾ തിരിച്ചറിയുവാൻ, ആത്മാവിൽ ചിന്തിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നന്ദിയോടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, തന്റെ മുന്നിൽ വന്ന യുദ്ധങ്ങളെ ബുദ്ധി കൊണ്ട് താനെ നേരിടാൻ ആഗ്രഹിച്ചില്ല.
പിന്നെന്താണ് ചെയ്തത്? താൻ പ്രാർത്ഥിക്കുകയാണ്. 2 പ്രാവശ്യം ശത്രുക്കളെ വിധിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചു. അപ്പൊ ഒന്നാമത്തെ പ്രാർത്ഥന അനുതാപ പ്രാർത്ഥന, രണ്ടാമത്തെ പ്രാർത്ഥന ന്യായവിധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒരു വശത്ത് കാണുന്നു. 13-ാം അധ്യായം 29-ാം വാക്യത്തിൽ നിങ്ങൾ കാണുന്നു, കുറിച്ചെടുക്കണമേ. ന്യായവിധിക്ക് വേണ്ടിയുള്ള തന്റെ ഒരു പ്രാർത്ഥന. 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 13-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിലും താൻ 13-ാം അധ്യായം 29-ാം വാക്യം മുന്നോട്ട് 29-ാം വാക്യത്തിൽ താൻ കാണുന്നത് എന്താണ്? നമ്മൾ കാണുന്നത് എന്താണ്? ന്യായവിധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നോക്കുക, വാറിന് അവർ പ്രിപ്പയർഡ് ആണ്. പക്ഷേ അവിടെയെല്ലാം കുറച്ചുകൂടെ താൻ ആഗ്രഹിച്ചത് എന്താണ്? സ്തോത്രം. കഴിവതും യുദ്ധങ്ങൾ ഒഴിവാക്കിയിട്ട് ദൈവം തന്നെ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടണം എന്നുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ ചിലരുടെ വാക്കും നോട്ടവും കാണുമ്പോൾ എന്തും പറയാൻ തോന്നും, അല്ലേ? ചിലരുടെ പ്രതികരണം കാണുമ്പോൾ അങ്ങ് കൈയെല്ലാം കൂടെ അങ്ങ് പെരുത്തു വരും, അല്ലേ? സ്തോത്രം. അപ്പൊ എന്താ ചെയ്യേണ്ട ഒരു ദൈവ പൈതൽ? ഞാൻ പറഞ്ഞുതരാം. ക്ലോസ് യുവർ ഐ ആൻഡ് മൗത്ത്. എന്നിട്ട് വിരൽ ചെവിയിലോട്ട് അങ്ങ് ഇടും. Then give God time to act. നിങ്ങളുടെ കണ്ണും വായും അങ്ങ് അടച്ച് ചെവിക്കകത്ത് വിരളും വെച്ചേച്ച് ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയം കൊടുക്കാമെങ്കിൽ, എന്റെ ഒപ്പീനിയൻ ആ പറഞ്ഞത് കേട്ടോ. കാരണം നിങ്ങൾക്ക് ജയത്തിനുള്ള വഴി പറഞ്ഞു തരിക ഞാൻ സാധാരണ ചെയ്യാറുള്ള കാര്യമാണ് ഇത് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് പലപ്പോഴും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, ഇനി വേറൊരു കാര്യമുണ്ട്, നിങ്ങളിത് ചെയ്യുമ്പോൾ കൊച്ചുപിള്ളാരാ, നിങ്ങൾ പറയുന്ന കേൾക്കാതിരിക്കാൻ ചിലപ്പോൾ അവരും കണ്ണും വായും മുക്കും ചെവി അടച്ചു വെക്കും. പ്രൈസ് ഗോഡ്. ഓക്കെ, 3-ാമത്തെ പ്രാർത്ഥന താൻ പ്രാർത്ഥിച്ചത് സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. 6-ാം അധ്യായം 9-ാം വാക്യം, നെഹമ്യാവ് ദൈവത്തിലുള്ള ഹെൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 6-ാം അധ്യായം 14-ാം വാക്യം ഹെൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണുന്നു. ശ്രദ്ധിക്കുക. അപ്പൊ 2 സ്ഥലങ്ങളിൽ താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഐ നീഡ് ദൈ ഹെൽപ്പ്. എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്, എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാലും തൊഴിലുണ്ടെങ്കിലും ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ അതിൽ ആശ്രയിക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പെനിയും, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സെന്റും, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ദിനാറും, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ റിയാലും നിങ്ങൾ അത് പ്രാർത്ഥനയോടെ വേണം അത് ഉപയോഗിക്കാൻ. പ്രൈസ് ഗോഡ്. സാം സുന്ദരം എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ ചരിത്രം തന്റെ പിതാവായ സുന്ദരം പാസ്റ്റർ പറഞ്ഞ കാര്യം അത് ഞങ്ങൾ പലപ്പോഴും ഓർക്കാറുണ്ട്. താൻ ദർശനം പ്രാപിച്ച് വേലക്കിറങ്ങിയെങ്കിലും തന്റെ മകൻ കർത്താവിലേക്ക് വന്നില്ല. ഏറിയ നാൾ പ്രാർത്ഥിച്ചു, അനേക രക്ഷിക്കപ്പെടുന്നു, ദൈവകൃപയിൽ വരുന്നു. പക്ഷെ മോൻ മാത്രം വിശ്വാസത്തിൽ വരുന്നില്ല. അവനൊരു റൗഡിയെ പോലെ ദൈവഹിതം വിട്ട് ഓടുന്നത് കണ്ട് തന്റെ മനസ്സ് പലപ്പോഴും ഇടിഞ്ഞ് തളരാനിടയായി. സ്തോത്രം. പക്ഷേ താൻ പ്രാർത്ഥിക്കുക, താൻ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും വിടുതല. പക്ഷെ മോന്റെ വിഷയത്തിന് വിടുതല നടക്കുന്നു. സ്തോത്രം. 30 വർഷത്തോളം ഒരു പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുകയും തന്റെ 2 തഴമ്പുകളും മുഴങ്കാലിൽ നിന്ന് അടർന്നു വീഴുകയും ചെയ്തതാണ് ആ ദൈവ മനുഷ്യൻ. സ്തോത്രം. പുതിയ നിയമത്തിൽ യാക്കോബിനെ കുറിച്ച് നമ്മൾ ചരിത്രം പറയുന്നത് ഒട്ടകത്തിന്റെ മുട്ടിൽ തഴമ്പുണ്ടായിരുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു യാക്കോബ് എന്നാണ്. അദ്ദേഹവും ഇതുപോലെ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് തന്റെ മകനെയും ഒരു കൂട്ടുവേലക്കാരനെയും വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു വിട്ട്, നീ പോയി സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വരാൻ. അവർ സാധനങ്ങളെല്ലാം മേടിച്ച് 3:30 ആയപ്പോ തിരിച്ചു വരുമ്പോൾ കൂട്ടുവേലക്കാരനോട് പറഞ്ഞ്, ഇനി നമുക്ക് ഹോട്ടലിലേക്ക് കയറി സാപ്പിടലാം. അപ്പൊ കൂട്ടുവേലക്കാരൻ പറഞ്ഞ്, പസി കടയാതെ എതുക്ക് സാപ്പിടണോ? മനസ്സിലായോ? വിശപ്പില്ലല്ലോ, ഇനി എന്തിനാ നമ്മൾ കഴിക്കുന്നേ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്നേ അല്ലയോ? അപ്പം മകൻ പറഞ്ഞു, പണം ഇരിക്കേ സുമ്മാ സാപ്പിടല, കാശുണ്ടല്ലോ അതുകൊണ്ട് ചുമ്മാ തിന്നാം. അപ്പന്റെ അടുക്ക് കണക്ക് കൊണ്ടുവന്ന് പിറ്റേ ദിവസം കൊടുത്തു. അപ്പൻ ഇങ്ങനെ കണക്കെല്ലാം നോക്കിയപ്പോൾ സാപ്പാട് സാപ്പിട്ടതൊക്കെ ഉള്ള റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അപ്പൻ മോഹന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ജപവീരനായ മനുഷ്യൻ. സ്തോത്രം. മോന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു,
நீ பசி இருந்து சாப்பிட்டா பாவம் கிடையாது. ஆனா பணம் இருக்கே சும்மா சாப்பிடலாம் அப்படி நினைச்சிருந்தா கொடிய பாவம். സ്തോത്രം. അവൻ എന്ത് വാക്കാണോ കൂട്ടുവേലക്കാരനോട് പറഞ്ഞ് അതേ വാക്ക് തന്നെയാണ് പിതാവ് പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞത്. സ്തോത്രം. അമ്മേ, നീ വിശന്നിട്ട് ആഹാരം കഴിച്ചാൽ നിനക്ക് പാപമില്ല. എന്നാൽ പൈസ ഇരിക്കുന്നു, അതുകൊണ്ട് ചുമ്മാ ചാപ്പിടലാം എന്നാണ് നീ നനച്ച് ചാപ്പിട്ടതെങ്കിൽ അത് പാപം. ആ വാക്കാണ് സുന്ദരംബാസിന്റെ മകനായ സാം സുന്ദരത്തിന്റെ അനുതാപത്തിലേക്ക് നയിച്ചത്. അവിടെ മുട്ടുകുത്തി, അപ്പാ நான் சொன்ன அதே வார்த்தை, அதே வேர்டு தான் நீங்க சொல்லி இருக்கிறீங்க. ദൈവത്തിന്റെ പൈതലേ, നിങ്ങളുടെ മുഴങ്കാൽ നിങ്ങളുടെ തലമുറയിൽ മാറ്റം വരുത്തും. അവരുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യും. അവരെ തിരിച്ചു വരുത്തും. അവരെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന്റെ ട്രാക്കിലേക്ക് അവരെ നയിക്കുന്നത് നിങ്ങൾ വിശ്വാസത്തോടെ കാണണം. ഒരുപക്ഷെ നിങ്ങൾ അതിശക്തമായി പ്രാർത്ഥന തുടങ്ങുമ്പോൾ നിലവിലുള്ളതിനേക്കാൾ കുറെ കൂടെ വഷളായി എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ നീഡ് നോട്ട് ടു വറി. വചനം പറയുന്നു, എന്റെ വല ഞാൻ അവരുടെ മേൽ എറിയും, അവരതിൽ കുടുങ്ങും. ഞാൻ എന്റെ ചൂണ്ടൽ അവരുടെ മേൽ കൊളുത്തും, അവരതിൽ കുടുങ്ങും. അവരുടെ ഹിതം വിട്ടു പോകാതെ ഇരിപ്പാൻ ഞാൻ ഉയർന്ന മതിൽ അവർക്ക് ചുറ്റും കെട്ടും എന്ന് വചനത്തിൽ കാണുന്നു. ഓ, മുള്ളുവേലി ഞാൻ അവർക്ക് ചുറ്റും കെട്ടുമെന്ന് പറയുന്നു. ദൈവം ആരോടൊക്കെയോ ഇടപെടുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ധൈര്യം സംഭരിക്കുക, ധൈര്യം സംഭരിച്ച് പ്രാർത്ഥന തുടരുക. അപ്പോൾ ന്യായവിധിക്ക് വേണ്ടി താൻ പരിശ്രമിക്കാതെ പ്രാർത്ഥിച്ചു. അനുതാപത്തിനായി പ്രാർത്ഥിക്കുന്നു. അനുതാപത്തോടുള്ള പ്രാർത്ഥന ജനവും അനുദപിച്ച് പിന്നീട് പ്രാർത്ഥിക്കാനിടയായി. പ്രൈസ് ലോർഡ്. ന്യായം വിധിക്കേണ്ടതിന് വേണ്ടി തന്റെ വാൾ എടുക്കേണ്ട സാഹചര്യം വന്നപ്പോഴും അതിന് തുനിയാതെ, ജഡത്തിന്റെ ആയുധം എടുക്കാതെ താൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവം തന്നെ വിധിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായി കാണുന്നത് താൻ ഹെൽപ്പിനായി പ്രാർത്ഥിക്കുന്നു, സഹായത്തിനായി പ്രാർത്ഥിക്കുന്ന ആമേ രണ്ട് ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. 6:9, 6:14. നാലാമതായുള്ള തന്റെ പ്രാർത്ഥന ബ്ലെസ്സിങ്ങിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് കാണാം. 13-ാം അധ്യായം 14-ാം വാക്യം, 13-ാം അധ്യായം 22-ാം വാക്യം, 13-ാം അധ്യായം 31-ാം വാക്യം. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. 13-ാം അധ്യായം 14-ാം വാക്യം, 13-ാം അധ്യായം 22-ാം വാക്യം, 13-ാം അധ്യായം 31-ാം വാക്യം. പ്രൈസ് ഗോഡ്. ഈ സ്ഥലങ്ങളിൽ എല്ലാം താൻ ദൈവസന്നദ്ധിയിൽ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന ആമീൻ 3 ഭാഗങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നു. നോക്കുക, 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ താൻ ദൈവത്തിലെ നീണ്ട സമയങ്ങൾ, നീണ്ട നാളുകൾ, നീണ്ട മണിക്കൂറുകൾ, ആ പ്രാർത്ഥനയുടെ അളവ് പോയത് രാവും പകലും നിന്നോട് പ്രാർത്ഥിക്കുന്ന എന്റെ പ്രാർത്ഥന എന്നാ പറയുന്നത്. നോക്കിക്കേ, ആ ടൈം ലിമിറ്റ് ഒക്കെ അങ്ങ് മാറിപ്പോയി. കാര്യം എന്താണ്? വിഷയത്തിന്റെ തീവ്രത ഗ്രഹിക്കുന്നതിനനുസരിച്ച് പ്രാർത്ഥനയുടെ അളവ് കൂടി, അല്ലേ? ഓ ജീസസ്, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു പ്രിയപ്പെട്ടവൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ആമേ, എന്താണ് ഇത്രയും എനിക്ക് വേദന, ഇത്രയും വേദന? ഞാൻ ഒരേ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഡെലിവറി നടന്നത് ആമേ വേദന കുറഞ്ഞപ്പോഴാണോ അതോ നല്ല വേദന വന്നപ്പോഴാണോ? നല്ല വേദന വന്നപ്പോഴാണ്. അപ്പൊ നല്ല വേദന വന്നെങ്കിൽ അതിനർത്ഥം, സ്തോത്രം, ഒരു സന്തോഷത്തിന്റെ വാർത്ത പുറത്തേക്ക് വരാനുള്ള നാഴിക വന്നു എന്നല്ലേ അതിന്റെ അടയാളം. ഇന്ന് രാത്രിയിലും നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്റെ മുറിവിന്റെ, നിന്റെ വേദനയുടെ, നിന്റെ കാഠിന്യത്തിന്റെ, നിന്റെ സങ്കടത്തിന്റെ ആ തലങ്ങളെല്ലാം അതൊരു വലിയ ആഗണിയിലേക്ക് പോകുന്നുവെന്ന് തോന്നുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, യെസ്, ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു സീ വണ്ടേഴ്സ്. യു ആർ ഗോയിങ് ടു സീ സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. മിറക്കിളിന്റെ സമയം വരുവാ കുഞ്ഞെ. ഓ, നന്ദിയോടെ എത്ര പേർക്ക് അതൊന്ന് റിസീവ് ചെയ്ത് സ്തോത്രം ചെയ്യാൻ പറ്റും? യെസ് ലോർഡ്, യെസ് ലോർഡ്, ഹല്ലേലൂയ. എന്റെ പെയിൻ എന്റെ ഗെയിന് വേണ്ടിയാണ് പറ, ഹല്ലേലൂയ. ആമേ, എന്റെ ഡിസ്ട്രക്ഷൻ എക്സോർട്ടേഷന് വേണ്ടിയാണെന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കുക, നെഹമ്യാവ് വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് താൻ തന്റെ ഓരോ ചുവടുകളും വെച്ചത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് തിരിച്ച് ആ വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. 4-ാമത്തെ അധ്യായത്തിൽ താനെ പ്രാർത്ഥിക്കുന്ന തനിക്ക് ആമേ പ്രമാണിമാരോട് മെസ്സേജ് ഉണ്ടായിരുന്നു, അല്ലേ?
പ്രഭുക്കന്മാരോട് മെസ്സേജ് ഉണ്ടായിരുന്നു. അത് അവിടെ കാണുന്നത് താൻ അത് ആളുകളോട് സംസാരിക്കുമ്പോൾ പ്രഭുക്കന്മാരോട്, പ്രമാണികളോടൊക്കെ. ശ്രദ്ധിച്ചേ, ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ചിലരുടെ അടുക്കൽ അയച്ചെന്ന് വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, അയ്യോ ഞാൻ എങ്ങനെ അവരോട് അത് പറയുന്നത്. നിങ്ങൾക്ക് ഏത് വെളിപ്പാട് കണ്ടാലും വചന വെളിപ്പാട് ചേർത്ത് മേടിക്കാൻ പ്രാർത്ഥിച്ചോളാം. മനസ്സിലായോ? സ്തോത്രം. നാമകൃപാവരങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ദൈവം അനുവദിച്ചാൽ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ കാര്യമായി ചിന്തിക്കുക. അപ്പൊ തളർന്ന ജനത്തെ നെഹമ്യാവ് ധൈര്യപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്താണ് ധൈര്യത്തിന് ഉപയോഗിച്ച വാക്ക്? 14-ാം വാക്യം ഒന്നുകൂടെ നമ്മൾ വായിക്കുന്നു. ഓക്കെ, somebody can read. 4-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങൾ പേടിക്കുമ്പോൾ നിന്നു പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. നോക്കുക, അപ്പൊ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ദൈവത്തെ കുറിച്ചുള്ള 2 വാക്കുകൾ പറയുന്നു. എന്താണ് ആ വാക്ക്? നിങ്ങൾ ശ്രദ്ധിച്ചേ. ആ വാക്ക് എന്താണ്? ആ വാക്ക് ഭയങ്കരനും വലിയനും ഭയങ്കരനുമായ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അവരെ പേടിക്കണ്ട. ആരെ? മനുഷ്യരെ. അവരെല്ലാം എന്തൊക്കെ ടാർഗറ്റാ ചെയ്ത്? കോപമുള്ളവരുണ്ട്, കൊല ചെയ്യാൻ ആഗ്രഹിച്ചവരുണ്ട്, കലക്കം വരുത്താൻ ശ്രമിച്ചവരുണ്ട്, യുദ്ധത്തിന് ശ്രമിച്ച ആളുകളുണ്ട്. എങ്ങനെ സമാധാനത്തോടെ വർക്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ മറ്റുള്ളവരെല്ലാം ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബ്രെയിൻ്റെ വർക്കുകളെ കുറിച്ച്. നമ്മൾ ലേണിംഗ് ചെയ്യുന്നതായാലും മെമ്മറി ചെയ്യുന്നതായാലും ഹിയറിംഗ് ചെയ്യുന്നതായാലും നമ്മൾ ഭാഷ മനസ്സിലാക്കുന്നതെല്ലാം തലച്ചോറിന്റെ ഒരു വശമാണല്ലോ. ജീവിതത്തിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായാലും ഡിസിഷൻ മേക്കിങ്ങിനാണെങ്കിലും ഇമോഷൻ ആയാലും എല്ലാം ബ്രെയിൻ്റെ സഹായത്തോടു കൂടിയാണല്ലോ ചെയ്യുന്നതെല്ലാം. ഇവിടെ നമ്മൾ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത് എന്താ? താൻ പ്രസന്റ് ചെയ്യുന്നത് ദൈവത്തെ കുറിച്ചാണ്. ദൈവം ആരാണ്? ഈ 1.5 കിലോ ബ്രെയിനകത്ത് നമുക്ക് ഇരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണോ ദൈവം? ആണോ സഹോദരങ്ങളെ? പ്രൈസ് ഗോഡ്. എന്തേലും 4 അക്ഷരം പഠിച്ചു കഴിയുമ്പത്തേന് പിള്ളേരുടെ എല്ലാം പിള്ളിൽ പറയും, ഓ ദൈവം എന്തുവാ? ചില ആളുകൾ ചോദിക്കും, ദൈവത്തെ കാണിച്ചു തരാമോ? നിങ്ങളോട് ചോദിച്ചാൽ എന്നാ പറയും? നിങ്ങൾ വിദ്യാർത്ഥികളല്ലേ? നിങ്ങളോട് ഒരാൾ ചോദിക്കുക, ദൈവത്തെ കാണിച്ചു തരാമോ? നിങ്ങൾ എന്താ പറയും? നിനക്ക് ബുദ്ധി ഉണ്ടോ, കാണിച്ചു തരാമോ? ഇല്ലാത്ത ഒന്നിന്റെ പേര് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ശാന്തമായിട്ട് അവരോട് ചോദിക്കാം, മോനെ കാറ്റിനെ കാണിച്ചു തരാനൊന്നും പറ്റുകയല്ലോ അല്ലേ? പക്ഷെ അനുഭവിക്കാൻ പറ്റുമല്ലേ? കറണ്ടിനെ കാണിച്ചു തരാനൊന്നും പറ്റില്ലല്ലോ അല്ലേ? സ്തോത്രം. ഹലോ, ആർ യു ഫോളോയിങ് മീ? പ്രൈസ് ഗോഡ്. അപ്പൊ കാറ്റിനെ കാണിക്കാൻ പറ്റില്ല, കറണ്ടിനെ കാണിക്കാൻ പറ്റില്ല. ഇതൊക്കെ അനുഭവിച്ചെങ്കിലേ പറ്റൂ. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയും. ഹല്ലേലൂയ. നാം സുവിശേഷീകരണത്തെ കുറിച്ചുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സംശയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നമുക്ക് കഴിയും. ദൈവം ആരാണ്? നമ്മുടെ ബുദ്ധി കൊണ്ട് ഇവിടെ പറയുകയാണ് താനെ നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ. നമ്മുടെ ദൈവം ആരാ? ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റ് വെളിച്ചത്തിൽ നിങ്ങൾ കുറെ വാക്യങ്ങളൊക്കെ എഴുതണം. നമുക്ക് മുഴുവനായി മനസ്സിലാക്കാൻ കഴിയുന്നതിലും എത്രയോ വലുതാണ് ദൈവം. കാരണം ആദിയും അന്തവും ഇല്ലാത്തവനാണ് നമ്മുടെ ദൈവം. എന്നാൽ അവന്റെ സാന്നിധ്യം അനുഭവിക്കാത്ത ഒരു സ്ഥലവുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം വായിച്ചാൽ ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാക്കാമോ? അപ്പൊ ദൈവം സ്വർഗത്തിലിരുന്ന് സർവഭൂതലത്തെ വാഴുന്ന ദൈവമാണല്ലേ?
വേദപുസ്തകം എന്ത് പറയുന്നു? 66-ാം അധ്യായം യെശയ്യാവ് അതിന്റെ 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. എന്താണ്? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താണ് അരുളി ചെയ്യുന്നത്? സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. ഈ ദൈവത്തെയാണ് നെഹമ്യാവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്വർഗം എന്റെ സിംഹാസനം. ഞാൻ നിങ്ങൾ ഇരിക്കുന്നത് എവിടെയാണ്? The mighty name of Jesus. Amen. Hallelujah. ഭൂമി അവന്റെ പാദപീഠം. Praise God. അപ്പോൾ ദൈവം ആരാണ്? ആ വാക്യം എല്ലാവരും ഒന്ന് വായിച്ച്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാമത്തെ അധ്യായം. യെസ്, 1-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം. അപ്പോൾ സ്വർഗം എന്റെ സിംഹാസനം, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. നമ്മുടെ കണക്ഷൻ ഇവിടെ നിന്ന് സ്വർഗത്തോളമാ, അല്ലേ? സ്വർഗത്തോളമാണ്. സ്തോത്രം, സ്തോത്രം. ആമേൻ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിമിഷം തന്നെ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിക്കഴിഞ്ഞു. ആ നിമിഷം മുതൽ ദൈവം നിങ്ങളുമായി ഒരു കണക്ഷനും. ഓ ജീസസ്, ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ഞാൻ എത്ര ക്ഷീണിതനാണെങ്കിലും ദൈവത്തിന്റെ വചനം പറയുമ്പോൾ എന്റെ ശരീരത്തിന് ഭയങ്കര ബലം. എന്തുകൊണ്ടാത്? വിശ്വസിക്കുന്ന ഏവർക്കും അത് ദൈവശക്തിയായിരുന്നു. ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തിന് ദൈവശക്തിയായി മാറട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സങ്കീർത്തനം 47-ന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തെയാണ് ജനത്തിന് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യിപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ അവരെ പേടിക്കണ്ട. ആമേ, സർവഭൂതലത്തെയും വാഴുന്ന സർവശക്തന്റെ വേലയാണ് ഞാനും നിങ്ങളും ചെയ്യുന്നത്. അത് പറഞ്ഞ് നെഹമ്യാവ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ പ്രത്യേകതകളൊന്ന് ശ്രദ്ധിക്കണം. ദൈവം എന്താ? ദൈവം സകലത്തിന്റെ സൃഷ്ടാവാണ്. നെഹമ്യാവ് 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ താൻ പറയുകയാണ്. 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നെഹമ്യാവ് എന്താണ് പറയുന്നത്? ശ്രദ്ധിച്ചേ, നെഹമ്യാവിന്റെ പുസ്തകം. യെസ്, നീ മാത്രം. ഓക്കെ, ഇച്ചിരി വായിക്കുന്നവര് യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി നീ അവയൊക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലുള്ള സകല സൈന്യത്തെയും ഭൂമിയിലെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെ അവയിലുള്ള സകലത്തെ ഉണ്ടാക്കി നീ അവയെ ഒക്കെ രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യത്തിന്റെ നമസ്കരിക്കുന്നു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. 139-ാം അധ്യായം 13-ാം വാക്യം നിങ്ങൾ എഴുതണം. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്ന എന്താ? നീ അല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ശ്രദ്ധിച്ചേ. അപ്പോൾ നെഹമ്യാവ് പറയുകയാണ്, നിങ്ങൾ അവരെ പേടിക്കണ്ട. പ്രൈസ് ഗോഡ്. മഹാനും ആമേൻ വലിയവനും ഭയങ്കരനുമായ ദൈവത്തെ ആയ കർത്താവിനെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ദൈവം സകലത്തെയും സൃഷ്ടാവാണ്. ഒന്ന് ഒരുമിച്ച് പറഞ്ഞാട്ടെ, എന്റെ ദൈവം സകലത്തിന്റെ സൃഷ്ടാവാണ്. രണ്ടാമത്തെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കാണുമ്പോൾ ദൈവം സർവശക്തനാകുന്നു എന്നുള്ളതാണ് എഴുതണം. രണ്ടാമത്തെ പ്രത്യേകത. ഒന്ന്, ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം സകലത്തിന്റെ സൃഷ്ടാവാകുന്നു. അതിന് നമ്മൾ കുറിച്ചത് നെഹമ്യ 9-6, സങ്കീർത്തനം 139-ന്റെ 12 ഈ വാക്യങ്ങളാണ് നമ്മൾ കുറിച്ചത്. രണ്ടാമത്തെ പ്രത്യേകത, ദൈവം സർവശക്തനാകുന്നു. നിന്റെ ദൈവം എവിടെ എന്ന് ആളുകൾ വിരൽ ചൂണ്ടുന്ന സന്ദർഭങ്ങൾ നമുക്കുണ്ടാവും. ചില വെല്ലുവിളികൾക്ക് നമ്മളുടെ ഉത്തരം മൗനമാണ്. കർത്താവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിറങ്ങി വാ, എന്നാൽ ഞങ്ങൾ ഇപ്പോൾ നിന്നിൽ വിശ്വസിക്കാം. സഹോദരങ്ങളെ, ചിലരുടെ സമയത്തൊന്നും ദൈവം തമ്പുരാൻ ഇറങ്ങിയൊന്നും വരത്തില്ല. ദൈവം ഇറങ്ങാൻ ദൈവം കുറിച്ചു വെച്ച സമയമുണ്ട്.
ആമേൻ. ആ സമയത്ത് തമ്പുരാൻ ഇറങ്ങിയിരിക്കും. നോക്കുക, നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കാമോ? അല്ല, കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവം സകലത്തിന്മേലും അമേൻ സൃഷ്ടാവാകുന്നുവെന്നും സകലത്തിന്റെ സൃഷ്ടാവാകുന്നുവെന്നും നമ്മൾ ആദ്യം ചിന്തിച്ചു. രണ്ടാമത് ദൈവം സർവശക്തനാകുന്നു. വീണ്ടും വാക്യങ്ങൾ നിങ്ങൾ എഴുതണം. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം അതിന്റെ 11-ാം വാക്യവും എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം അതിനോട് ചേർത്ത് എഴുതണം. സ്തോത്രം. രണ്ടാമത് നാം ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? ദൈവം സർവശക്തനാകുന്നു. ഒന്ന് ഒരുമിച്ച് പറഞ്ഞാട്ടെ, എന്റെ ദൈവം സർവശക്തനാണെന്ന് പറഞ്ഞേ. എന്റെ ദൈവം സർവശക്തനാകുന്നു. മറ്റേ ഡിസ്റ്റർബൻസോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് കേൾക്കാം. പ്രൈസ് ലോർഡ്. 2 ഡിവൈസ് ഒരേ സ്ഥലത്താണെങ്കിൽ ഒരെണ്ണം ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൗളിംഗ് ഉണ്ടാകും, പ്രൈസ് ഗോഡ്, എക്കോ ഉണ്ടാകും. അപ്പൊ എന്താണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിച്ചത്? ദൈവം സർവശക്തനാകുന്നു. ഒന്നാമത്തത് എന്താണ്? എന്റെ ദൈവം സകലത്തിന്റെ സൃഷ്ടാവാണ്. കൂടെ പറഞ്ഞാട്ടെ, സകലത്തിന്റെ സൃഷ്ടാവാണ്. രണ്ടാമത്തെ പ്രത്യേകത, ദൈവം സർവശക്തനാകുന്നു. അതിന് നമ്മൾ കുറിച്ചിരിക്കുന്ന വാക്യങ്ങൾ റോമർ 9:19 മുതൽ 21 വരെയും 1 ദിനവൃത്താന്തം 29:11 എഫേസ്യ ലേഖനം 3:20 എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വേഗം വായിച്ചു വിട്ടാട്ടെ. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്തേ? ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തേ എന്ന് ചോദിക്കുമോ? അല്ല, കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തന്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദയിൽ നിന്ന് മാത്രമല്ല. നോക്കുക, അധികാരമില്ലയോ? താങ്ക് യു. 1 ദിനവൃത്താന്തം 29:11 നമ്മൾ എന്താണ് വായിക്കുന്നത്? മറ്റൊരാൾ വായിച്ചാട്ടെ. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിലും മീതെ തലവനായിരിക്കുന്നു. അതാണ് വിഷയം. അപ്പൊ നിങ്ങൾക്ക് എതിരെ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ സാത്താന്റെ വലിപ്പവും ശത്രുവിന്റെ വലിപ്പവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ച് തളരത്തേ ഉള്ളൂ. ഞാൻ ഇന്നലെ നിങ്ങളോട് പ്രത്യേകം ഓർപ്പിച്ചു, പ്രാർത്ഥന മനുഷ്യരുടെ അധരത്തിൽ നിന്നും അവിശ്വാസത്തിന്റെ വാക്ക് വരത്തില്ല, സംശയത്തിന്റെ വാക്ക് വരത്തില്ല, പിറുപിറുപ്പിന്റെ വാക്ക് വരത്തില്ല, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകൾ വരത്തില്ല, വാക്തത്വങ്ങളെ സംശയിക്കുന്ന വാക്കുകൾ വരികയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളുടെ ലിസ്റ്റിൽ എന്തെങ്കിലും നിങ്ങൾ പെട്ടാണ് ഇപ്പൊ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ തുറന്ന് ദൈവത്തിനെ മനസ്സിലാക്കിക്കൊള്ളണം. കണക്ഷൻ കുറെ വീക്ക് ആയിരിക്കുക ദൈവമായിട്ട്. അത് ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ കാര്യം റെഡിയാവും. എഫേസ്യ ലേഖനം 3:20 പറയുന്നത് എന്താണ്? എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാട്ടെ, he can do more than what we think. Praise the Lord. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. പറഞ്ഞാട്ടെ കർത്താവിനോട്, അതേ കർത്താവേ, ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധി പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇതാണ് ദൈവം സർവശക്തനാകുന്നതിന് ധാരാളം വാക്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടി മാത്രം ആ വാക്യങ്ങൾ പങ്കുവെച്ചതേ ഉള്ളൂ. മൂന്നാമത്തെ പ്രത്യേകത, ദൈവം, എൻ്റെ ദൈവം എല്ലാം അറിയുന്നവനാകുന്നു. നെഹമ്യാവിന് ആ ബോധ്യമാണ്. സ്തോത്രം. അതെ, അവരെ ധൈര്യപ്പെടുത്താൻ ദൈവത്തെ കുറെ കൂടെ ആധികാരികമായി അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ടത് മനുഷ്യനെയല്ല ദൈവത്തെയാണ്, മഹാനും ഭയങ്കരനുമായ കർത്താവിനെയാണ് ഭയപ്പെടേണ്ടത്. മൂന്നാമത്തെ പ്രത്യേകത, അവിടുന്ന് എല്ലാം അറിയുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യവും യോഹന്നാൻ 3-ാം അധ്യായം 20-ാം വാക്യവും നമ്മൾ 1 യോഹന്നാൻ 3:20. സ്തോത്രം. എബ്രായർ 4:13.
അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നോക്കിക്കേ, സ്തോത്രം സ്തോത്രം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ദൈവത്തിന്റെ പൈതലേ, എല്ലാം കാണുന്ന ഒരു ദൈവം, എല്ലാം അറിയുന്ന ഒരു ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമെന്ന് 1 യോഹന്നാൻ 3:20 നാം കാണുന്നു. എന്തിനാണ് അപ്പോൾ നമ്മുടെ ചഞ്ചല മനസ്സ്? നാം തന്നെ വിധി എഴുതുകയല്ലേ പലപ്പോഴും. സ്തോത്രം. കർത്താവ് ശിഷ്യന്മാരോടൊരുമിച്ച് പടകിൽ യാത്ര ചെയ്യുമ്പോൾ ശക്തമായ ഓളവും കാറ്റും ഉണ്ടായി. ശിഷ്യന്മാർ ഒരു ചോദ്യം കർത്താവിനെ ഉണർത്തിയിട്ട് ചോദിച്ചു. എന്താ ചോദ്യം? കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്ന വിചാരമില്ലയോ? എക്സാക്ട്ലി. ആമേൻ. കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അഥവാ മുങ്ങിയാൽ ഈശോയുടെ മുങ്ങുന്നൊന്നും അവർ ചിന്തിച്ചില്ല. അവരവരുടെ കാര്യം അവരവർ ചിന്തിച്ചു, അല്ലേ? ഒരു ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ ആദ്യം നോക്കും നിങ്ങളുടെ പാസ്റ്റിന്റെ ഫോട്ടോ ഉണ്ടോന്നല്ല, നിങ്ങളുടെ ഫോട്ടോ ഉണ്ടോന്ന് നോക്കും. അവരവരുടെ കാര്യമേ അവയറായിരിക്കുള്ളൂ, അല്ലെ? ഇവിടെയും അത് തന്നെയാണ്. പക്ഷേ കർത്താവ് പറയുകയാണ്, കർത്താവ് എഴുന്നേറ്റിട്ട് എന്താണ്? നിങ്ങൾ ഇത്ര ഭീരുക്കളാകാൻ എന്ത്? ഇത് പറഞ്ഞേച്ച് കർത്താവ് കാറ്റിനെ ശാസിച്ചു, കാറ്റടങ്ങി. കടലിനോട് ശാന്തമാകാൻ പറഞ്ഞു, ശാന്തമായി. യേശുവിന്റെ വാക്കിൽ അടങ്ങാത്ത ഒരു കാറ്റുമില്ല, അവന്റെ വാക്കിൽ അടങ്ങാത്ത ഒരു തിരമാലയും ഇല്ല. യേശുവിന്റെ വാക്കിൽ ആമേൻ അടങ്ങാത്ത ഒരു കാറ്റില്ലെന്നേ, അവന്റെ വാക്കിൽ അടങ്ങാത്ത ഒരു തിരമാലയുമില്ല. ആമേൻ. സ്തോത്രം സ്തോത്രം. അവനെല്ലാം അറിയുന്ന ദൈവമാണ്. അവന് പ്രകൃതിയിന്മേൽ അധികാരമുണ്ട്, അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അവിടത്തേക്ക് പദാർത്ഥങ്ങളുടെ മേൽ അധികാരമുണ്ട്. അതാണ് ആമേൻ. വെള്ളത്തെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞ് കോരിക്കൊണ്ട് ഇനിയും പ്രമാണിക്ക് കൊടുത്തു. അതുവരെയും വെള്ളത്തിന് മണമുണ്ടോ? ഇല്ല. അതിന് ഗുണമുണ്ടോ? ഇല്ല. നിറമുണ്ടോ? ഇല്ല. രുചിയുണ്ടോ? ഇല്ല. ഹലോ, യേശു ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് ആമേൻ നിറം വരേണ്ടതാണ്, നിറം വരും. മണം വരേണ്ടതാണ്, മണം വരും. ഗുണം വരേണ്ടതാണ്, ഗുണം വരും. രുചി വരേണ്ടതാണ്, രുചി വന്നിരിക്കും. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനം നിന്റെയും നിന്റെ വിഷയത്തെയും ട്രാൻസ്ഫോം ചെയ്യുവാൻ, പരിവർത്തനത്തിലേക്ക് നയിക്കുവാൻ, രൂപാന്തരത്തിലേക്ക് നയിക്കാൻ എല്ലാം അറിയുന്ന ദൈവത്തിന് കഴിയുമെന്ന് ഉറച്ചുകൊള്ളണം. സ്തോത്രം സ്തോത്രം. 40 ദിവസത്തെ സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഈ വചന ധ്യാനത്തിന്റെ 22ാമത്തെ സെഷനിലേക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദൈവം ആരാണ് എന്നുള്ളത് നെഹമ്യാവ് അവരോട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചില വേദഭാഗങ്ങളാണ്. ഒന്ന് നാം ശ്രദ്ധിച്ചു, അവിടുന്ന് സകലത്തിന്റെ സൃഷ്ടാവാണ്. ഞാൻ എന്തിനാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ, മനഃശാസ്ത്രത്തിൽ പഠിക്കുന്നതിന് 3 രീതിയുണ്ട്. ഒന്ന് റിമെമ്പറിംഗ് ആണ്, മറ്റൊന്ന് റീകളക്റ്റിംഗ് ആണ്, മറ്റൊന്ന് മെമ്മറിയാണ്. അപ്പോൾ റിമെമ്പറിംഗ് ചെയ്തു കഴിയുമ്പോൾ, റീകളക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ ഇതെല്ലാം ആകും. പിന്നീട് ഒരു സമ്മറി ചോദിച്ചാൽ നിങ്ങൾക്ക് അറിവറിയില്ലാതെ പറയാൻ പറ്റും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് രണ്ടാമത്തെ ദൈവം സർവശക്തനാകുന്നു. മൂന്നാമത്തത് എന്റെ ദൈവം എല്ലാം അറിയുന്നവനാകുന്നു. നാലാമത്തത് ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവം പരിശുദ്ധനാകുന്നു. എഴുതി വെക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കും, നിങ്ങൾ നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നിങ്ങളെല്ലാം എഴുതി വെക്കണം. ഓക്കെ. പുസ്തകത്തിലെ പശു പുല്ലൊന്നും തിന്നത്തില്ല. പ്രൈസ് ഗോഡ്. പക്ഷെ ഇത് നിങ്ങൾ ഗ്രഹിക്കണം. പണ്ടൊരു സന്യാസി പഠിപ്പിച്ചു, ഒന്നിനെയും കൊല്ലരുത്. അപ്പോൾ സന്യാസി ഒരു പയറ്റും തോട്ടം നട്ടുണ്ടാക്കിയിരുന്നു. ഇന്റർവെല്ലിന് ശിഷ്യന്മാരെല്ലാം വെളിയിലോട്ട് ഇങ്ങനെ ഒന്ന് ഇന്റർവെല്ലിന് ഇറങ്ങിയപ്പോൾ ഇതാ ഒരു കിടാക്കുട്ടി സന്യാസി വളർത്തിയിരുന്ന പയറ്റും തോട്ടം ആർത്തിയോടെ തിന്നുക. സന്യാസിയുടെ കയ്യിലിരുന്ന ചൂരല് കൊണ്ട് ചെന്ന് ആട്ടിച്ച് ശരിയാക്കി ഓടിച്ചു. ശിഷ്യന്മാരോടി ചെന്നിട്ട് പറഞ്ഞു, ഗുരു ഒന്നിനെയും നോവിക്കരുത്, അവിടുന്ന് ഇപ്പൊ പഠിപ്പിച്ചതേ ഉള്ളൂ. ഇതിനെ തല്ലരുതേ എന്ന് പറഞ്ഞപ്പോ സന്യാസി ഇവരെ തല്ലാൻ പടിയുണ്ടി ചെല്ലുക. അപ്പോൾ പറഞ്ഞു, ഏട്ടിൽ അപ്പടി ആണ് പയറ്റിൽ ഇപ്പടി.
ഏടെന്ന് പറഞ്ഞ പുസ്തകം, ഏട്ടിൽ അപ്പിടിയൊക്കെ പറയും, പയറ്റും തോട്ടത്തിൽ ഇപ്പിടിയാണ്. അങ്ങനെയല്ല. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ കുറിച്ചു വെക്കുന്നത് ദാവീദ് പറഞ്ഞതുപോലെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കുറിച്ചു വെക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ സെൽ ഗ്രൂപ്പുകളിൽ പങ്കുവെക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പങ്കുവെക്കണം. നമ്മുടെ ദൈവം ആരെന്ന് ലോകത്തിന് വെളിപ്പെടുത്തണം. നോക്കുക, നാലാമത്തെ പ്രത്യേകത, ദൈവം പരിശുദ്ധനാകുന്നു. എന്താണ്? 1 ശമൂവേൽ 2:2 നിങ്ങൾ വായിച്ചാൽ, യഹോവയെ പോലെ പരിശുദ്ധൻ ഇല്ല, നീ അല്ലാതെ ഒരുത്തനുമില്ല, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? വൃത്തിയുള്ള ദൈവമാണ്. ഞാനിങ്ങനെ ഫലിത ഭാഷയിൽ പറയാനുണ്ട്, ഏറ്റവും വൃത്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ ഉണ്ടെങ്കിൽ, ദൈവം ഏറ്റവും വൃത്തിയുള്ള ദൈവമാണെങ്കിൽ, ദൈവമക്കളും കുളിക്കാതെ സ്പ്രേ അടിച്ചുകൊണ്ട് മാത്രം പോകരുത്. തണുപ്പാണേലും നിങ്ങൾക്ക് ചൂടുവെള്ളമൊക്കെ അവിടെ കിട്ടുമല്ലോ. ആമേൻ. ചൂടുവെള്ളത്തിലാണേലും നിങ്ങൾ കുളിക്കണം. സ്തോത്രം. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് കുഞ്ഞുങ്ങളെ എടുക്കുന്നതിന് മുമ്പ് ഹാൻഡ് ഹൈജീൻ ഉണ്ടല്ലോ. കൈ കഴുകേണ്ട വിധമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോപ്പെടുത്തേച്ച് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പഠിച്ച് പിന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് വിനോദ് പക്ഷെ നമ്മളത് നോക്കത്തില്ല. നമ്മള് ബ്ലൗസർ തന്നെ ഇങ്ങനെ ഊരാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ തിരിച്ചു ഊരിയിട്ട് പിന്നെയും മരിച്ചു മടക്കിയിട്ട് അങ്ങനെയൊക്കെ അല്ലേ. സ്തോത്രം. അപ്പൊ നമ്മൾ പഠിച്ച സിസ്റ്റങ്ങളെല്ലാം നമ്മുടെ ബോഡിയുടെ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനല്ലേ പഠിച്ചത്. ഇതുപോലെ അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുപോലെ നമ്മളും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി നിൽപ്പാൻ കഴിയുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. 5ാമത്തെ പ്രത്യേകത, ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. സ്തോത്രം. പ്രൈസ് ഗോഡ്. എന്താണ് എഴുതിയിരിക്കുന്നത്? അവിടെ ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഓക്കെ. അടുത്ത പ്രത്യേകത, സ്തോത്രം, നാം അറിയുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ആളത്വമുള്ള ഒരു ദൈവമാണ്. 6ാമത്തെ പ്രത്യേകത ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, വിട്ടുപോയവരുണ്ടെങ്കിൽ എഴുതണം. 1, ദൈവം സകലത്തിന്റെ സൃഷ്ടാവാകുന്നു. അതിനെ ചേർത്തെഴുതണം, എന്റെ ദൈവം സകലത്തിന്റെ സൃഷ്ടാവാകുന്നു. 2, എന്റെ ദൈവം സർവശക്തനാകുന്നു. 3, എന്റെ ദൈവം എല്ലാം അറിയുന്നവനാകുന്നു. 4, എന്റെ ദൈവം പരിശുദ്ധനാകുന്നു. 5, എന്റെ ദൈവം ആത്മാവാകുന്നു. 6, എന്നെ അറിയുവാൻ കഴിയുന്ന ആളത്വമുള്ളവനാണ് എന്റെ ദൈവം. എന്തുകൊണ്ട്? യാക്കോബ് 4:8 പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തോട് അടുത്ത് ചെല്ലുൻ എന്ന് പറഞ്ഞാൽ എന്നെ അറിയുവാൻ കഴിയുന്ന ഒരാളത്വമുള്ള ദൈവമാണ് എൻ്റെ ദൈവം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മാത്രമല്ല സങ്കീർത്തനം 145:18 നിങ്ങൾ അതിനോട് ചേർത്തെഴുതണം. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, തീർന്നില്ല, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും തന്നെ സമീപസ്ഥനാകുന്നു. 34-ാം സങ്കീർത്തനം 18-ാം വാക്യം എന്തെഴുതിയിരിക്കുന്നു? ഹൃദയം നുറുങ്ങിയവർക്ക് ജീസസ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ദൈവമക്കളെ, ഒരു പാസ്റ്ററോ ഒരു പ്രവാചകനോ ഒരു കൂട്ടുവിശ്വാസിയോ രക്തബന്ധത്തിലുള്ള ആരും നിന്റെ മുറിയിലില്ലാതെ ഇരുന്ന് വിഷയത്തിന്മേൽ നട്ടം തിരിഞ്ഞ് ഹൃദയം പൊട്ടി നെടുവീർപ്പിട്ട് മാറത്തടി ചങ്കലാപ്പോടെ ആരുമില്ലാത്ത മുറിയിൽ ഒറ്റയ്ക്ക് നടുക്കത്തോട് നിലവിളിച്ച സമയത്ത് നേരം പുലരുന്നതിന് മുൻപ് നിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി വന്ന എത്രയോ മറുപടിയുടെ സാക്ഷ്യങ്ങൾ. ഓഹ് ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അമ്മേ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ സൂപ്പർ മാർക്കറ്റ് തുറക്കുന്നത് പോലെ തുറക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അകമ്പടി ഖജനാവ് നോക്കിയിട്ട് പറഞ്ഞു, യഹോവ ആകാശത്തുനിന്ന് കിളിവാതിൽ തുറന്നാലും നടക്കത്തില്ല. അടുത്ത ദൂത് ഉടനെ വന്നു. എന്താ? കണ്ണുകൊണ്ട് കാണും, അനുഭവിക്കാൻ പറ്റുകയില്ല. സഹോദരങ്ങളെ, നിങ്ങളുടെ നിക്ഷേപം നോക്കിയൊന്നുമല്ല നിങ്ങളുടെ വാതിലുകളെ കുറിച്ച് ദൈവം പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ അധ്വാന ഫലമായിരിക്കാം. പക്ഷെ നീ കണ്ടിട്ടില്ലാത്തത് കരുതാൻ ദൈവത്തിന് പറ്റും.
നീ അറിഞ്ഞിട്ടില്ലാത്തതിലേക്ക് നയിക്കാൻ ദൈവത്തിന് കഴിയും. ഒരു ബുദ്ധിക്കും തോന്നാത്ത കാര്യങ്ങളിലൂടെ നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മുടെ ദൈവം അത്രമാത്രം അറിയുന്ന ദൈവമാണ്. സ്തോത്രം. ഏഴാമത്തെ പ്രത്യേകത, എൻ്റെ ദൈവം സ്നേഹവാനായ പിതാവാകുന്നു. എൻ്റെ ദൈവം സ്നേഹവാനായ പിതാവാകുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. 1 യോഹന്നാൻ 3:1 പറയുന്നു, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇതാണ് ആമേൻ നമ്മൾ പഴയ നിയമത്തിൽ കുറെ ഭാഗങ്ങളിൽ കാണുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിൽ നിങ്ങൾ റെഫറൻസ് എഴുതണം. സ്തോത്രം. ദൈവം ചില സ്ഥലങ്ങളിൽ പേരായി പറഞ്ഞ് ഇറങ്ങിയ സമയങ്ങൾ ഉണ്ടായി. യഹോവ ഇരേ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22:13 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ കരുതുന്ന ഒരു ദൈവമായി ഇറങ്ങി വന്ന സമയമുണ്ട് ദൈവത്തിന്റെ പൈതലേ. ആമേൻ. നെഹമ്യാവ് പറയുകയാണ്, അവിടുന്ന് നമുക്ക് യഹോവ ഇരേ, ദൈവത്തിന്റെ ആ കരുതൽ. ഇന്ന് രാത്രിയിലും ദൈവവചനം കേൾക്കുമ്പോൾ കരുതുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം എന്ന് നീ പറയണം. യെസ്. സ്തോത്രം. നിങ്ങളുടെ പരിമിതികൾ വിളിച്ച് ഭാരപ്പെടുമ്പോൾ കർത്താവിനെ അനുസരിച്ചവന് വേണ്ടി അപ്പുറത്തൊരു കരുതലുകൾ കാണും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ ദൈവഹിതത്തിന്റെ മുമ്പിൽ അനുസരിക്കാൻ വല്ലതും ബാക്കിയുണ്ടോ എന്ന് നമ്മൾ ഓരോ ദിവസവും ശോധന ചെയ്യണം. രണ്ടാമത്തത്, യഹോവ റാഫ, സൗഖ്യമാക്കുന്ന ദൈവമായി വെളിപ്പെട്ടിട്ടുണ്ട്. പുറപ്പാട് 15:26. സ്തോത്രം. എന്താണ് യഹോവ റാഫ? അല്ലെങ്കിൽ അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് സൗഖ്യത്തിന്റെ കരം അവിടെ നമ്മൾ വെളിപ്പെടുന്നതായി കാണുന്നു. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ അതിനെയൊക്കെ കുറിച്ചെടുത്തിട്ട് നിങ്ങൾ പ്രസംഗങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കൂടുതൽ സ്റ്റഡിയിലേക്ക് പോവുക. മറ്റൊന്ന്, യഹോവ നിസിയാണ്. യഹോവ എന്റെ കൊടി. എവിടെയാ? യുദ്ധസമയങ്ങളിൽ യഹോവ എന്റെ കൊടിയാണ് എന്ന് പറയുകയാണ്. പുറപ്പാട് 17:15. സ്തോത്രം. കാര്യം, മോശ അമാലേക്കരെ പരാജയപ്പെടുത്തത്തക്കണം ദൈവം ഉപയോഗിക്കുമ്പോൾ താൻ പറയുന്നത് യഹോവ എനിക്ക് നിസിയാണ്. മറ്റൊന്ന്, യഹോവ ശാലോം, നമ്മുടെ സമാധാനമായ ദൈവം എന്നാണ് പറയുന്നത്. അത് ദൈവദൂതൻ ഗിദെയോനെ തെരഞ്ഞെടുത്ത് തന്റെ പദ്ധതിക്ക് വേണ്ടി വിടുമ്പോൾ നാം കാണുന്ന 6-ാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം 24-ാമത്തെ വാക്യം. സ്തോത്രം. മറ്റൊന്ന്, യഹോവ റാഹ്, യഹോവ എന്റെ ഇടയനാകുന്നു എന്നർത്ഥം വരുന്ന 23-ാം സങ്കീർത്തനം 1-ാം വാക്യം. മാത്രമല്ല, പ്രൈസ് ഗോഡ്, യഹോവ ഭൂമിയിൽ വന്നപ്പോഴുള്ള പേര് യഹോവ അവിടെയുണ്ട്. യഹോവ ശമ്മ, യഹോവ ശമ്മ, കൂടെ ഇരിക്കുന്ന ദൈവം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ ഭാഗത്തെ നമ്മൾ കാണുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 48:35 വാക്യം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ദൈവം പേരായി ഇറങ്ങി വരുന്ന ദൈവമാണ്. അപ്പോൾ നെഹമ്യാവ് പറയുകയാണ്, ആമേൻ, നിങ്ങൾ അവരെ പേടിക്കണ്ട, വലിയവനും ഭയങ്കരനുമായ ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രതിസന്ധികളിൽ നിങ്ങൾ ശത്രുവിന്റെ വലിപ്പം കാണാനാണ് ഇച്ഛിക്കുന്നതെങ്കിൽ, സ്തോത്രം, എനിക്ക് പല സംഭവങ്ങളും പറയാൻ ഓർമ്മ വരുന്നുണ്ട്, പക്ഷേ ഞാൻ അങ്ങോട്ട് അധികം പോകുന്നില്ല. നിങ്ങൾ ശത്രുവിന്റെ വലിപ്പം കണ്ടാൽ ഭയപ്പെടും. എന്നാൽ ദൈവത്തിന്റെ വലിപ്പം കണ്ടാൽ നിങ്ങളുടെ ശത്രുക്കളെ ചെറുതായി കാണാൻ പറ്റും. നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലുതാണ് നിങ്ങളുടെ ദൈവം എന്ന് പറയണം. നിങ്ങളുടെ തലയിലെ മുടി മുഴുവൻ എണ്ണിയ ദൈവം, കാലിലെ പൊടി മുഴുവൻ എണ്ണിയ സർവശക്തൻ അറിയാതെയോ അനുവദിക്കാതെയോ ഒന്നും നേരിട്ടിട്ടില്ല. 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വായിച്ച് നമുക്ക് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം. എന്താണ്? 23-ാം വാക്യത്തിന്റെ അവസാന വാക്യം. സ്തോത്രം. എന്റെ കീഴിലുള്ള കാവൽക്കാരോ, 23-ാം വാക്യം. തന്റെ ഡെഡിക്കേഷൻ, തന്റെ ദൗത്യത്തോടുള്ള ഡെഡിക്കേഷൻ ആണ് 23-ാം വാക്യം. ഞാനോ എന്റെ സഹോദരന്മാരോ എന്റെ ബാല്യക്കാരോ എന്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. ഓക്കെ, താൻ എത്രമാത്രം അവിടെ നമ്മൾ കാണുന്നത് 21-ാം വാക്യത്തിൽ കാണുമ്പോൾ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്നവരെ നമ്മൾ അവിടെ കാണുന്നു. അങ്ങനെ ഞങ്ങൾ പണി നടത്തി, പാതിപ്പേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നവരും വരെ കുന്തം പിടിച്ചു നിന്നു. 12 hours, മേ ബി 14 hours. സ്തോത്രം. നിങ്ങളുടെ ഷിഫ്റ്റ് 8 മണിക്കൂറായിരിക്കും അല്ലേ? ഇവിടെ കാണുന്നത് എന്താ? 1.5 ഷിഫ്റ്റ് ഒക്കെ ചെയ്തേച്ച് അവർ നിൽക്കുകയാണ്.
ദൈവമക്കളെ, ഉത്സാഹമുണ്ടെങ്കിൽ വീട്ടിലെ പണി വേഗം നടക്കും, അല്ലേ? ഉത്സാഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും ആത്മാർത്ഥത കാണും. നിങ്ങൾ സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മനസ്സ് വരുന്നിടത്ത് നിങ്ങളുടെ ശരീരം വരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മനസ്സും ഹൃദയവും ശരീരവും ഒരുപോലെ വർക്ക് ചെയ്യണം. ഇതിനെല്ലാം ദൈവത്തിന്റെ സഹായം ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. അലസതയും മടിയും എല്ലാം നമ്മൾ വിട്ടുമാറണമെന്നുണ്ടെങ്കിൽ ഈ ദൈവവചനം ഓരോ ദിവസവും പഠിച്ച് ആത്മീയ ആരോഗ്യം പ്രാപിച്ച്, നിങ്ങൾ ഒരു നേരം കഴിക്കാൻ വിട്ടുപോയാലും ദൈവവചനം ഭക്ഷിക്കുന്ന കാര്യം മറക്കരുത്. പ്രൈസ് ഗോഡ്. ഒരു നേരം വെള്ളം കുടിക്കാൻ വിട്ടുപോയാലും 5 ലിറ്റർ വെള്ളം മിനിമം ബോഡി വേണം, അത് വേറെ കാര്യം. സ്തോത്രം. എന്നാൽ ദൈവാത്മാവിൽ നിറഞ്ഞുള്ള ആരാധന, സ്തോത്രം, പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്നവരായി, ദൈവവചനത്തിന്റെ വിത്ത് ഹൃദയത്തിൽ നിരന്തരം ശേഖരിച്ചു വെക്കുന്നവരായി മുന്നോട്ട് പോകാൻ ദൈവാത്മ നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നബാരാ ദിനഘടക ശസ്യാലഗതിനി, എല്ലാവരും ചേർന്ന് അല്പനേരം നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അല്പനേരം എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നാം പഠിക്കുന്ന വചനധ്യാനം, സ്തോത്രം, അത് എത്രമാത്രം അധികാരിമായി, എത്രമാത്രം അത് പ്രയോജനമുള്ള തലത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുമോ, ആ വചന പഠനം കൂടുതൽ ആധികാരികമായി മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും നമ്മുടെ ഉള്ളിൽ നാം രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ തമ്പുരാൻ മേലധികാരം, പദാർത്ഥങ്ങളുടെ മേലധികാരമുണ്ട്, മരണത്തിന്റെ മേലധികാരമുണ്ട്, ജീവന്റെ മേലധികാരമുണ്ട്, രോഗാത്മാക്കളുടെ മേലധികാരമുണ്ട്, സകല അശുദ്ധാത്മാക്കളുടെ മേലും അധികാരം. ഈ ലോകത്തെ ജയിച്ചവൻ നിങ്ങളുടെ ഉള്ളിൽ അധിവസിക്കുന്നുവെങ്കിൽ രാത്രി മരണഭീതി നിങ്ങളെ വിട്ടുപോകട്ടെ. രോഗത്തിന്റെ കാഠിന്യങ്ങൾ നിങ്ങളെ അലട്ടുമ്പോൾ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നിങ്ങൾ ജോലി സ്ഥലത്ത് തളരുമ്പോൾ ഉള്ളിൽ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായി ദൈവ ഒരു കേസ് നിങ്ങൾ പെടുകയാണ്, നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ ഇല്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ ജ്ഞാനം നൽകുന്ന ദൈവത്തോട് കരഞ്ഞു. നിങ്ങളുടെ ടീം ലീഡറിന് ചെയ്യാൻ കഴിയാത്തത് ഒരു പക്ഷേ നിങ്ങളോട് അഡ്വൈസ് ചോദിപ്പിക്കും. നിങ്ങളുടെ ടീം ലീഡറിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. എങ്ങനെ? ദാവീദ് പറയുന്നു, എന്റെ ഗുരുക്കന്മാരെക്കാൾ നീ എന്നെ ജ്ഞാനിയാകും. അതുകൊണ്ട് നിങ്ങളുടെ പ്രൊഫഷൻ ഏറി കർത്താവിന് വേണ്ടി ശോഭിക്കട്ടെ, തിളങ്ങട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ ജ്ഞാനവും ദൈവം നൽകുന്ന കൃപയും കൊണ്ട് നിങ്ങൾ ആ മേഖലയിൽ എത്രയും ശ്രേഷ്ഠതയിലെത്താൻ ദൈവം ആഗ്രഹിക്കുന്നു, ആ അളവിലേക്ക് എത്തുവാനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു മൈ ജീസസ്. ഹല്ലേലൂയ. റബാനാ ധരാജഗനഗണഗമ ശതുവിഗണഗസ്യാന. താങ്ക് യു മൈ ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു മൈ ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. മഹാപരിശുദ്ധനായ ദൈവമേ, സർവ്വജ്ഞനുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഇന്നലെ രാത്രി കർത്താവിന്റെ പാദപീഠത്തിൽ കർത്താവേ, ഞങ്ങളുടെ കർത്താവ് ഹല്ലേലൂയ ദാസനിലൂടെ വിലപ്പെട്ട ആലോചനകൾ ഹല്ലേലൂയ ഇന്ന് രാത്രി കേൾക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. സർവശക്തനായ ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവം, സർവ്വസൃഷ്ടിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ ഉടമയായ ഞങ്ങളുടെ ദൈവ ഹല്ലേലൂയ, കരുതുന്ന ദൈവ ഹല്ലേലൂയ, സർവ്വവ്യാപിയായ ദൈവോ റബബ
ദൈവമേ ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ അധികമായി ഞങ്ങളെ സഹായിക്കുവാൻ, ശക്തീകരിക്കുവാൻ, ഹല്ലേലൂയ, കരുതുവാൻ, ഹല്ലേലൂയ, ഞങ്ങളെ ഉള്ളതുപോലെ അറിയുവാൻ കർത്താവേ നീ സമീപസ്ഥനായി ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രോഗസൗഖ്യത്തിനായി ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ, സകലത്തിനും മതിയായവനായി കർത്താവേ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ഹല്ലേലൂയ ഉറവലവഷ്ടവന ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി അത്യന്തപരമായി ഞങ്ങളെ മാനിക്കുന്നത് ദൈവമുള്ളതിനായി സ്തോത്രം കർത്താവേ. ശ്രേഷ്ഠദാസനെ ദൈവകരങ്ങളിൽ പിന്നെ സമർപ്പിക്കുന്ന കർത്താവേ, വെല്ലോ സൗഖ്യം ആരോഗ്യം കൊടുത്താട്ടെ കർത്താവേ. പിന്നെയും വചനത്തിന്റെ വാതായനങ്ങളെ ഇവിടുന്ന് തുറന്നു കൊടുക്കണം കർത്താവേ. മറിഞ്ഞിരിക്കുന്ന മുട്ടുകളെ പൊറുക്കിയെടുക്കുവാൻ അത് ഞങ്ങൾക്ക് വിളമ്പി തരുവാൻ കർത്താവേ എന്റെ ദാസനെ ശക്തീകരിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ദാസിയെ ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രി കർത്താവേ വചനം കേട്ട നിന്റെ മക്കളെ എല്ലാം പേരുപേരായി ഞങ്ങളുടെ കരങ്ങളിൽ തരികയാണ്. കർത്താവേ കേട്ടതെല്ലാം ഞങ്ങൾ അതീവ ശ്രദ്ധയോടെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങൾ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി അങ്ങയുടെ രാജ്യത്തിന്റെ വെട്ടുപണിക്ക് മുതിർന്നവരായി മാറുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പായേ ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്നതൊക്കെ എന്റെ അപ്പായേ ഒന്നും ചോർന്നു പോകുവാൻ ഹല്ലേലൂയ സ്വർഗം അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴമുള്ളത് വീണത് കർത്താവേ, അത് കർത്താവേ നല്ല നിലത്ത് വീണതുപോലെ കർത്താവേ ഫലം കായ്ക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദിയോടെ സ്തോത്രം ചെയ്തു കർത്താവേ. ദൈവമേ അടുത്ത ക്ലാസ്സുകളിലെല്ലാം കർത്താവേ ഇതിലും അധികമായി നീ ഞങ്ങളോട് ഇടപെടണമേ, സംസാരിക്കണമേ. ഞങ്ങളുടെ സൗഖ്യമാകണമേ. ഇത് ആവശ്യങ്ങൾ മുഖത്ത് ഭാരപ്പെടുന്നവരോട് ദൈവം സംസാരിക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നപ്പ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ തലമുറകളൊന്നും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകില്ല അപ്പ. അഭിഷേകം പ്രാപിക്കാനുള്ളവർ അഭിഷേകം പ്രാപിക്കുവാൻ സഹായിക്കണമേ കർത്താവേ. അതിനെ അങ്ങയുടെ കരങ്ങളിൽ തരണം. പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുമത്തോട് തന്നെ എടുക്കണമേ യേശുവിന്റെ തന്നെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം നമുക്ക് പറയാം. പ്രൈസ് ഗോഡ്. പഠിച്ച എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പറഞ്ഞാട്ടെ ആശീർവാദം. എല്ലാവരോടും കൂടിയിരിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എത്രമാത്രം ദൈവവചനം കേൾക്കാൻ അവസരം കിട്ടുന്നു അത്രയും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ആ കേൾക്കുന്ന ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ദൈവം പഠിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ പ്രേരണ കിട്ടുന്ന ആളുകൾക്ക് എല്ലാ ഗ്രൂപ്പുകളിലും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ദൈവത്തിന്റെ വരം പഠിച്ച് ഈ ദിവസങ്ങളിൽ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതോടൊപ്പം ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗോള വ്യാപകമായി ഒരു തയ്യാറെടുപ്പിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യത്തിൽ കൂട്ടുവേലക്കാരായി പങ്കാളിത്തം വഹിക്കാം. കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള കൃപ നൽകുമാറാകട്ടെ. മോർണിംഗ് 8 o'clock കർത്താവ് വരാൻ താമസം വീണ്ടും കാണാം. God bless you. Amen. Praise God. Amen. Amen. Thank you.